രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇന്ത്യക്കാർ കാണുന്നത് പോലെയല്ല മറ്റ് രാജ്യങ്ങൾ കാണുന്നത്. മറ്റ് രാജ്യങ്ങൾ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ രക്ഷകനും സ്വാഭാവികമായിട്ട് അവരുടെ രക്ഷകനുമൊക്കെയാണ് കാണുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ ഉദാഹരണം ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും CNN ഒക്കെ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയെ നമ്മളിവിടെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കുന്നു. പക്ഷേ പാകിസ്ഥാനിലെ മാധ്യമമായിട്ടുള്ള ഡോൺ രാഹുൽ ഗാന്ധിയെ അകമഴിഞ്ഞ് പുകഴ്ത്തുകയാണ്. പാകിസ്ഥാൻസ് ടോപ്പ് ന്യൂസ് പേപ്പർ ഡോൺ ക്യാൻ സ്റ്റോപ്പ് പ്രൈസിംഗ് രാഹുൽ ഗാന്ധി എന്നാണ് ഇപ്പോൾ CNN പറയുന്നത്. കോളിംഗ് ഹിം എ ട്രൂത്ത് ടെല്ലർ. അതായത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ, സത്യമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് രാഹുൽ ഗാന്ധി മാത്രമാണെന്നാണ് ഡോൺ പറയുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകണമെന്ന് പാകിസ്ഥാൻ പത്രം ആയിട്ടുള്ള ഡോൺ പറയുന്നു. രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യൻ എക്കണോമി മരിച്ചു പോയിരിക്കുന്നു, ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശവും ചൈന കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ഇന്ത്യൻ ആർമി ചൈനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഓപ്പറേഷൻ സിന്ദൂറിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ഇന്ത്യയുടെ വിമാനങ്ങൾ തകർന്നു പോയിരിക്കുന്നു, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തന്നെ മരിച്ചൊരു സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുച്ചൂട് മുടിഞ്ഞിരിക്കുന്നു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു, ഇന്ത്യയുടെ പട്ടാളക്കാരൊന്നും ഒരു വഹിക്കും കൊള്ളാത്ത ആൾക്കാരായി മാറിയിരിക്കുന്നു. എന്നിട്ട് രാഹുൽ ഗാന്ധിയെ സുപ്രീം കോടതി ചോദ്യം ചെയ്യുമ്പോൾ സുപ്രീം കോടതിയെ രാഹുൽ ഗാന്ധി തിരിച്ച് ചോദ്യം ചെയ്യുകയാണ്. സുപ്രീം കോടതിയാണോ പൗരന്മാരുടെ ദേശഭക്തിയൊക്കെ അളക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യും. ഇതാണ് രാഹുൽ ഗാന്ധി. ഈ ഒരു ട്രൂത്ത് ടെല്ലിംഗ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ മാത്രമേ ഇന്ത്യ ഗതി പിടിക്കുകയുള്ളൂ എന്ന് പാകിസ്ഥാനിലെ പത്രം പറയുകയാണ്. പാകിസ്ഥാനിലെ പത്രം പറയുന്നത് സമ്പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വില അത് ഇന്ത്യയിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് പുല്ലുവില, ബാക്കിയുള്ള സ്ഥലത്തെല്ലാം രാഹുൽ ഗാന്ധി ഒരു മഹാരാജാവിനെ പോലെയാണ് കൊണ്ടാടുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ രാഹുൽ ഗാന്ധി എന്തു പറയുന്നു എന്ന് കരുതിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. എന്തായാലും വൈ ഈസ് രാഹുൽ ഗാന്ധി എക്കോയിങ് നറേറ്റീവ്സ് ദാറ്റ് പാകിസ്ഥാൻ മീഡിയ ഈസ് സോ ഈഗർ ടു സെലിബ്രേറ്റ് എന്നാണ് CNN അടക്കമുള്ള മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അതായത് പാകിസ്ഥാൻ്റെ ഈ നറേറ്റീവ് ആണല്ലോ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് മണിമുത്തുകളായിട്ട് പുറത്തു വരുന്നത്. എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഭാഷ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് എന്ന് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ സംശയ ദൃഷ്ടിയോടുകൂടിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ കറക്റ്റ് നറേറ്റീവ് രാഹുൽ ഗാന്ധി ഇവിടെ പടർത്തിവിടുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്നുള്ളതല്ല രാഹുൽ ഗാന്ധി, മറിച്ച് പാർലമെന്റിൽ BJP നേതാക്കൾ രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത് ലീഡർ ഒപ്പോസിംഗ് ഭാരത്, അതായത് നമ്മുടെ രാജ്യത്തെ എതിർക്കുന്ന ലീഡർ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ BJP MP-മാർ പാർലമെന്റിലുള്ള ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും മറ്റു ചിലർ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ചിത്രം അത് BJPയുടെ കാര്യാലയത്തിൽ വെച്ച് പൂജിക്കണമെന്നുള്ളതാണ്. കാരണം രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇപ്പോഴും നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും തനിനിറം രാഹുൽ ഗാന്ധിയിലൂടെ പുറത്തു വരുന്നതാണെന്നുള്ളതാണ് മറ്റു പല ആൾക്കാരും പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ പാക് പത്രമായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകണമെന്നും രാഹുൽ ഗാന്ധി ഒരു സത്യം മാത്രം പറയുന്ന, വാ തുറന്നാൽ സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണെന്നും പറഞ്ഞിരിക്കുകയാണ് ഡോൺ പത്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.